എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഡിവൈഎഫ്ഐ ഇതിനകം നടത്തിക്കഴിഞ്ഞു എന്ന് പറയുന്ന വിശദീകരണ യോഗം മുറിവുണക്കാനല്ല. കൂടുതൽ അത് വർഗീയമായി തന്നെ പ്രതികരിക്കുന്നതാണ്. അതിരൂക്ഷമായ പ്രതികരണം. റഹീം എന്നൊരു യുവ നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വാചകങ്ങളാണ് ഉണ്ടായത്. ഷാഫി കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോൾസനാണ് എന്ന് പറയുന്നു. ഷാഫി വിഷം ചിറ്റി എന്ന് പറയുന്നു. ഷാഫി വിഷം ചിറ്റിയത് നമ്മളാരും കേട്ടിട്ടില്ല. കെ ശൈലജ വിഷം ചിറ്റുന്നതും നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ ഈ രണ്ട് നേതാക്കളും ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും നിന്നുള്ള വാദമാണ് നടക്കുന്നത്. പിന്നീട് അവിടെ നടക്കുന്ന പല കാര്യങ്ങളും പറയുന്നു. ലീഗിൻ്റെ തോളിൽ ചാരി നിന്ന വീരസ്യം പറയുന്ന പഴയ തെരുവ് ചട്ടമ്പിയായി കേരളത്തിലെ കോൺഗ്രസ് അധപ്പതിച്ചു. ലീഗ് എല്ലാ കാലത്തും അവിടെ നിൽക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പിന്തുണച്ചിട്ടുണ്ട്. അത് കെ മുരളീധരനായാലും അതെ, മുല്ലപ്പള്ളി ആയാലും അതെ. അപ്പോൾ ലീഗ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ലീഗ് വേറൊരു രൂപത്തിലേക്കാകുന്നു എന്ന രൂപത്തിൽ പറയുകയാണ്. അപ്പോൾ അതൊരു കാര്യം. വടകരയ്ക്ക് ഇങ്ങനെ ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട് എന്ന് നമുക്കറിയാം. വടകരയിലും നാദാപുരം പോലുള്ള മേഖലകളിലും പല തരത്തിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അവിടെ CPM മുസ്ലിം ലീഗുമായുള്ള ഉണ്ടാകാറുള്ള പ്രശ്നമാണ് പിന്നീട് വർഗീയ കലാപമായി മാറിയിട്ടുള്ളത്. മുസ്ലിം വീടുകൾ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരിച്ച് CPM പ്രവർത്തകൻ ബലാത്സംഗം ചെയ്തു എന്നുള്ളൊരു കള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ മുമ്പുണ്ടായ ചരിത്രങ്ങളാണ്. പക്ഷേ 2015 ആയപ്പോൾ അതിനൊക്കെ ഒരു അവസാനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം അവിടെ നടക്കുന്നു. അത് നടക്കുമ്പോഴും ഈ വർഗീയത എന്ന് പറയുന്ന അവിടെ ഉണ്ടാവാനുള്ളൊരു കാരണം അവിടുത്തെ മുസ്ലിം ലീഗുകളൊക്കെ സമ്പന്നരാണ്. അവർ ഭൂവുടമകളാണ്. ഇപ്പുറത്ത് ഈഴവ വിഭാഗം, തീയ വിഭാഗം, അത് മിക്കവാറും തൊഴിലാളികളായിരിക്കും. അവർ തമ്മിലുള്ള സംഘർഷങ്ങളാണ് പിന്നീട് അത് വേറെ രൂപത്തിൽ വേറെ നിറം ചാർത്തിക്കൊണ്ട് മാറുന്നത്. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ ബാക്കിയായി ഇപ്പോൾ വീണ്ടും അത് എടുത്തിടുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം ഓരോ ഹാൻഡിലുകളിൽ നിന്നും ഉണ്ടായ കാര്യങ്ങൾ നമുക്ക് തന്നെ അനുഭവമുണ്ടല്ലോ. ഡോക്ടർ അരുൺ നടത്തിയ ഇൻ്റർവ്യൂവിൽ കെ ശൈലജ പറഞ്ഞു മുസ്ലിങ്ങളെല്ലാം എന്താ വർഗീയവാദികളാ എന്ന് ചോദിച്ചാൽ വർഗീയവാദികളാണ് എന്ന രൂപത്തിലാക്കി മാറ്റി. അപ്പോൾ അത് അവിടെ കണ്ടു. അതിനു മുൻപ് തന്നെ ഷാഫി എന്ന സ്ഥാനാർത്ഥിയാണ് അവിടെ വരുന്നത് എന്ന പ്രഖ്യാപനം വന്നപ്പോൾ 11-ാം തീയതി അവിടെ ഒരു CPM നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റായി വരുന്നത് ഷാഫി എന്ന ഒരു പേരുകാരൻ ഇവിടെ വരുന്നുണ്ട്, ഷാഫി എന്നൊരു പേരുകാരൻ ഇവിടെ വരുന്നുണ്ട് എന്ന ഒരു അജീഷ് കൈതക്കൽ, അദ്ദേഹം DYFI സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. അത് 153 പ്രകാരം കേസെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രയോഗം അവിടെ തുടങ്ങുകയാണ്. അവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം വരുന്നത്. പിന്നീട് അങ്ങോട്ട് പോയി നടക്കുന്ന വാട്സപ്പ് പ്രചാരണങ്ങൾ നമ്മൾ കണ്ടു. മുസ്ലിം വിരുദ്ധതയാണെന്ന് സ്ഥാപിക്കാനുള്ള പ്രചാരണങ്ങൾ അപ്പുറത്തും കൃത്യമായി നടന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നടന്നിട്ടുള്ള കാര്യത്തിലൊരു സംശയമില്ല. ടീച്ചർക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ള പ്രചാരണം ചിലർ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലുള്ള കാര്യങ്ങൾ. പക്ഷേ അതിൽ ചില പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പോൾ കോവിഡ് കള്ളി എന്ന പ്രയോഗമൊക്കെ ശരിയാണോ എന്നുള്ള രാഷ്ട്രീയ ശരിയാണോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ കോവിഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ആരോപണങ്ങൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും. അത് രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങളാണ്. അത് സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിന് വേറെ രൂപത്തിലുള്ള നിറം ചാർത്തിക്കൊണ്ട് ഇത് നോക്കൂ, ഇത് ഈ അപകടം പിടിച്ച കളിയാണ്. ഒന്നാലോചിച്ചു, കോൺഗ്രസിൻ്റെ ഏക മുസ്ലിം സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ. ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഇനി വടകരയിൽ നിൽക്കാൻ പാടില്ല എന്നതാണോ, അല്ലെങ്കിൽ കേരളത്തിൽ എവിടെ നിന്നാലും ഈ രൂപത്തിൽ പ്രചാരണം കൊണ്ടുപോകുമെന്ന സന്ദേശമാണോ തരുന്നത്? ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയിൽ നിന്നാണ് ഇത്തരം പ്രയോഗങ്ങൾ ഉണ്ടാകുന്നത്. ഞെട്ടിക്കുന്ന കാര്യമാണ്. ബിൻ ലാദനെയും ഷാഫി പറമ്പിലിനെയും കണ്ടാൽ തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്നത് ഒരു CPM അവിടുത്തെ ലോക്കൽ നേതാവാണ്. ഒരു MLA-യുടെ സ്റ്റാഫാണ്, ലിൻഡോ ജോസഫിൻ്റെ സ്റ്റാഫാണ് അജയ് ഫ്രാൻസിസ്. ഷാഫിയുടെ ലാദനെയും പണം കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ പേരാമ്പ്രയിൽ ഒരു പ്രാദേശിക നേതാവ് നാരായണൻ ഷാഫിക്ക് വോട്ട് ചെയ്തവരെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടണം. ഇത് എവിടെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? ഇവിടെ ഒരു മുസ്ലിം നാമധാരിയെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടുന്ന ഏത് പാർട്ടിയാണ് പറയാറുള്ളത്? അപ്പോൾ അത് തന്നെ ഏറ്റുപിടിക്കുകയാണ്. ഇപ്പോൾ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ സഹായിക്കും, ആ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പ്രയോഗിച്ചാൽ സഹായകരമായേക്കാം. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അത് ചിലപ്പോൾ സഹായകമായേക്കാം. പക്ഷേ പിന്നീട് ദീർഘകാലാടിസ്ഥാനത്തിൽ ആർക്കാണ് അത് സഹായമാകുക? ഇനി ഇതിവിടെ സാധ്യമാകുമെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് അവിടെ കൊണ്ട് തീരുന്നില്ലെന്നേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും തീരുന്നില്ല. എന്തുകൊണ്ടാണ് തീരാത്തത്? പിന്നെയും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇനിയിപ്പോൾ കോൺഗ്രസ് നടക്കാൻ പോകുന്നു 11-ാം തീയതി. എന്താണ് തിരിച്ചും അതേ കാര്യങ്ങൾ തന്നെ അങ്ങോട്ട് പറയാൻ പോകുന്നു? ഇതൊരു ഫുൾ സ്റ്റോപ്പ് ഇടണ്ടേ? ഷാഫി പറമ്പിൽ എന്ന ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണോ ഈ വർഗീയ പ്രചാരണങ്ങൾ ഉണ്ടാകുന്നത്? അപ്പുറത്ത് കെ ശൈലജ ഒരു ഈഴ വിഭാഗത്തിൻ്റെ പ്രതിനിധി നമ്മൾ എപ്പോഴെങ്കിലും ശൈലജ ടീച്ചർ അങ്ങനെ കണ്ടിട്ടുണ്ടോ? നമുക്കറിയോ? ഷാഫിയെ സെക്യുലറായി നേതാവായിട്ടല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. സഭയിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, പുറത്ത് പ്രതികരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എവിടെയെങ്കിലും മാന്യത വിടുന്നതായിട്ട് ഈ രണ്ട് നേതാക്കളും പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എവിടെ നിന്നാണ് ഈ കുബുദ്ധി വന്നത്? തുടക്കം ആരിൽ നിന്നാണെന്നുള്ള ഏറ്റവും പ്രധാനം. അവസാനം പോയി കാഫിർ പ്രയോഗം നടത്തിയത് ഒരു CPM ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് തെളിഞ്ഞു കഴിഞ്ഞു. ഇത്തരം ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലേക്ക് ഒരു ലീഗ് പ്രവർത്തകൻ്റെ പേര് പിടിച്ചിടുന്നു. അയാൾ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ അന്വേഷണം എവിടെയായി? ഇവിടുത്തെ പോലീസാണല്ലോ അന്വേഷിക്കുന്നത്. എവിടെ എത്തി അന്വേഷണം? മുഹമ്മദ് ഖാസിം. അതെ, ഇതൊന്നും ശരിയായ രീതിയല്ല. ഈ രീതി എന്തായാലും വളരെ മോശമാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന ആണ് എന്നുള്ളിടത്താണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. റഹീമിനെ പോലുള്ള നേതാവിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായത്. ഞെട്ടിക്കുന്നതാണ് ആ പ്രതികരണം.
Meet the editors.